ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഖുറേഷിക്കൊത്ത എതിരാളിയോ? ദളപതിയുടെ വില്ലൻ ഇനി ലാലേട്ടനോട് ഏറ്റുമുട്ടും. എമ്പുരാനിൽ സർപ്രൈസുകൾ ഇപ്പോഴും തുടരുകയാണ്. ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയാണ് എമ്പുരാൻ. സിനിമയിൽ കാസ്റ്റിന്റെ പോസ്റ്ററുകൾ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുറത്തുവിട്ട് ആകാംക്ഷ നിറയ്ക്കുകയാണ്. ഇപ്പോഴിതാ ചിത്രത്തിലെ മൂന്നാമത്തെ ക്യാരക്ടർ പോസ്റ്ററും അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. അഭിമന്യു സിംഗ് അവതരിപ്പിക്കുന്ന ബൽരാജ് എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. വിജയ്, രജനീകാന്ത് തുടങ്ങിയവരുടെ സിനിമകളിൽ ശ്രദ്ധേയമായ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടനാണ് അഭിമന്യു സിംഗ്. രാകേഷ് ഓംപ്രകാശ് മെഹ്റ സംവിധാനം ചെയ്ത ആക്സ് എന്ന ചിത്രത്തിലൂടെയാണ് അഭിമന്യു സിംഗ് അഭിനയരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത 2009 ഗുലാൽ എന്ന ചിത്രത്തിലായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ ശ്രദ്ധേയനാകുന്നത്. രക്തചരിത്രയിലെ ബുക്കാറെഡ്ഡി, വിജയുടെ വേലായുധം എന്ന സിനിമയിലെ മുസാഫിർ ഇബ്രാഹിം, തലൈവയിലെ ഭീമാഭായ്, രജനീകാന്തിന്റെ അണ്ണാത്തയിലെ മനോജ് പരീക്കർ തുടങ്ങിയവയാണ് അഭിമന്യു സിംഗിന്റെ ശ്രദ്ധേയമായ വില്ലൻ കഥാപാത്രങ്ങൾ. എന്നാൽ എമ്പുരാനിലെ പോസ്റ്റർ പുറത്തുവന്നതിന് പിന്നാലെ ചില ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്പം നീരസമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കഥാപാത്രമായിരിക്കുമോ പ്രധാന വില്ലൻ എന്നാണ് അവർ ചോദിക്കുന്നത്. ഖുറേഷിക്കൊത്ത എതിരാളിയാണോ അഭിമന്യു എന്നും ചോദ്യങ്ങളുണ്ട്. ഈ കഥാപാത്രമായിരിക്കും പ്രധാന വില്ലനെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടില്ലെന്നും എമ്പുരാനിൽ ചില സർപ്രൈസ് കഥാപാത്രങ്ങൾ ഉണ്ടാകുമെന്നാണ് മറ്റു ചില ആരാധകരും അഭിപ്രായപ്പെടുന്നത്. ലൂസിഫർ എന്ന സിനിമയിലെ വിവേക് ഒബ്രോയ് അവതരിപ്പിച്ചതുപോലെ ശക്തമായ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയുന്ന നടനാണ് അഭിമന്യു സിംഗ് എന്നാണ് മറ്റു ചിലർ പറയുന്നത്. എന്തായാലും മാർച്ച് 27 കട്ട വെയിറ്റിംഗിലാണ് ആരാധകർ. എമ്പുരാനിൽ ലാലേട്ടനോട് ഏറ്റുമുട്ടാൻ അഭിമന്യുവിന് സാധിക്കുമോ ഇല്ലയോ എന്നാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.